സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് മുന്നറിയിപ്പ്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. നാളെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. അതേസമയം തലസ്ഥാനത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പാളിയെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനം. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം മഴ തുടരുന്ന ഒരു സാഹചര്യം, അതിനിടയ്ക്കാണ് വി ശിവൻകുട്ടി ഈ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങൾ. ഇത്തരത്തിൽ മേയർക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളടക്കം നടത്തുന്നതിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു. അതാണ് മേയറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിരിക്കുന്നത്. അതാണ് ഇത്തരത്തിൽ തലസ്ഥാനം വെള്ളക്കെട്ട് രൂപീകരണത്തിന് കാരണമായത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഇത്തരത്തിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ ചൂട് കൂടിയ സാഹചര്യത്തിൽ മഴ മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു. അതായത് ഇത്തരത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടാകുമെന്നതടക്കം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കം നടത്തുന്നതിൽ ഗുരുതരമായ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് രൂപീകരിക്കുന്നത് ഓടകളടക്കം വൃത്തിയാക്കാതെ ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല മറ്റ് മണ്ണടിച്ച പ്രദേശങ്ങളടക്കം ഇത്തരത്തിൽ പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലടക്കം ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ഈ മഴക്കാല ഈ വെള്ളക്കെട്ട് ഇരിക്കുവാനുള്ള വെള്ളം കെട്ടി നിന്ന് വെള്ളക്കെട്ട് രൂപീകരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതടക്കം വീഴ്ച വരുത്തിയെന്നാണ് ഇപ്പോൾ മേയർക്കെതിരെ ഉയർന്നു വന്ന ആരോപണം. ഇതാണ് ഇത്തരത്തിലുള്ള ഈ തലസ്ഥാനത്തെ നഗരങ്ങൾ മുഴുവനും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപീകരിക്കാനും അത് ഗുരുതരമായ പ്രശ്നത്തിലേക്ക് ചെന്നെത്തുവാനുള്ള കാരണമായത് എന്നാണ് ഇപ്പോൾ വിമർശനമായിട്ട് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വിവിധ ജില്ലകളിലടക്കം യെല്ലോ അലർട്ട് അടക്കം അതുപോലെ തന്നെ ഓറഞ്ച് അലർട്ടൊക്കെ ഉണ്ടായ സാഹചര്യമൊക്കെ ഉണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലൊരു മഴ അല്ലെങ്കിൽ ഇത്തരത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ പ്രവചനങ്ങളും ഉണ്ടായിരുന്നു. ഈ ചൂട് കൂടുന്ന ഒരു സാഹചര്യം, അതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് നേരത്തെ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിൽ ശുചീകരണങ്ങൾ നടത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല. മേയറുടെ ഭാഗത്ത് ഇതിൽ വലിയ വീഴ്ചയുണ്ടായി. ഇതാണ് സംസ്ഥാനത്തിന്റെ മിക്ക സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അവസ്ഥ വന്നു ചേരാനുള്ള കാരണമായതെന്നാണ് വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തെ മഴ ശക്തമായി തുടരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നും 8 ജില്ലകൾക്കടക്കം ഓറഞ്ച് അലർട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ജില്ലകളിലും ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയാണ് വിവിധ ജില്ലകളിലടക്കം പെയ്യുന്നത്. അതായത് വേനൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലൊരു മഴക്കെടുതി എന്ന് പറയത്തക്ക രീതിയിലേക്കാണ് ഇപ്പോൾ ഈ സ്ഥിതിവിശേഷം വന്നിരിക്കുന്നത്. എന്നാൽ അതിന്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കങ്ങളൊന്നും നൽകുവാൻ സാധിച്ചതുമില്ല. ഇതാണ് ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയത്. നമുക്കറിയാം, വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിക്കുന്ന സാഹചര്യം വരെ തലസ്ഥാനത്ത് ഉണ്ടാകുകയും ചെയ്തു. എല്ലാ സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ തിരുവനന്തപുരത്തിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും കുഴി കുത്തി ഇട്ടിരിക്കുകയാണ്. ഇത്തരം കുഴികളിലെല്ലാം വെള്ളം നിറയുകയും ചെയ്തു. മാത്രമല്ല, മറ്റ് ഈ ഉൾപ്രദേശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നഗരത്തിന്റെ ഉൾപ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങളോ അല്ലെങ്കിൽ ശുചീകരണങ്ങളോ അടക്കം നടത്തിയില്ല. ഓടകൾ വൃത്തിയാക്കുകയോ അത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്തതുമില്ല. ഇതെല്ലാം വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. മേയറുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണ് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി തന്നെ വിമർശിക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നതാണ്, അതിൽ ഒരു ശ്രദ്ധയില്ലാതെ ഉള്ളൊരു നടപടിയായിരുന്നു ഉണ്ടായത്. ഇതാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിക്ക് കാരണമായത്. ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപീകരിക്കുകയും പ്രതിസന്ധി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതിനെല്ലാം കാരണം മേയറുടെ ഭാഗത്തുണ്ടായ അനാസ്ഥയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഈ മഴ ഈ കാലവർഷം, അതായത് ഈ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടെങ്കിലും ഇത് നടപ്പിലാക്കിയില്ല. മാത്രമല്ല, ഈ മഴപ്പെയ്ത്ത് ഉണ്ടാകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു അവലോകന അടിയന്തര യോഗം മേയറുടെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടിയത്. ഈ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊരു യോഗം വിളിച്ചുകൂട്ടിയത്. എന്നാൽ അതിനു മുന്നേ ഇതിൽ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നതുമില്ല. ഇതെല്ലാം ഈ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടാകുകയും ചെയ്തു. ഇതാണ് ഈ വിമർശനങ്ങൾക്ക് ഇപ്പോൾ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ പാർട്ടിയിലെ തന്നെ ഉന്നതനായ ഒരു മന്ത്രിയാണ് ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. മേയർക്കെതിരെ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതുകൂടിയാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടിയിലേക്ക് എത്തുവാൻ മേയർക്ക് കഴിഞ്ഞില്ല എന്നുമാണ് വിമർശനം. ആതിര. പ്രശാന്ത്, ഈ തലസ്ഥാനത്ത് മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇങ്ങനെ വിമർശിച്ച ഒരു സാഹചര്യത്തിലും തലസ്ഥാനത്ത് വെള്ളക്കെട്ട് തുടരുന്ന ഒരു സാഹചര്യം തന്നെ അല്ലേ ഉള്ളത്? ഒപ്പം ഈ മറ്റ് നടപടികൾ ഏതെങ്കിലും തരത്തിലുള്ള സ്വീകരിക്കുന്ന ഒരു നടപടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
ആതിര നിലവിലും മഴയ്ക്ക് കുറവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിലടക്കം വെള്ളക്കെട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു ചെറിയ മഴ പെയ്താൽ മാത്രം, അല്ലെങ്കിൽ ഒരു ചെറിയ മഴ ചാറ്റൽ കൊണ്ട് തലസ്ഥാനത്തേക്ക് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്തിക്കരുന്നു എന്നാണ് എടുത്തു പറയേണ്ടത്. അതായത് ചെറിയ മഴ പോലും തലസ്ഥാനത്തെ വെള്ളക്കെട്ടാക്കി മാറ്റാൻ കഴിയുന്ന നിലയിലേക്ക് ഉള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതാണ് ഇപ്പോൾ പ്രതിഷേധത്തിനും ഇടയാക്കിയിരിക്കുന്നത്. പ്രതിഷേധത്തിന് ഇടയാക്കിയതിന്റെ കാരണം ഇതാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് ഒരു സ്ഥലമല്ല, തലസ്ഥാനത്തിന്റെ വിവിധ മേഖലകളടക്കം. നമുക്കറിയാം കഴിഞ്ഞ തവണയും ഇത്തരത്തിലുള്ളൊരു പാളിച്ചകൾ ഈ നഗരസഭയുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിലടക്കം ഇത്തരത്തിൽ പാളിച്ചകൾ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ വർഷമെങ്കിലും അത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കാൻ ഉള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നാണ് കരുതിയെങ്കിൽ മേയറുടെ ഭാഗത്തുനിന്നും നഗരസഭയുടെ ഭാഗത്തുനിന്നും ഗുരുതരമായൊരു അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടാകുകയും ചെയ്തു. ഇതാണ് വീണ്ടും ഈ വർഷവും സമാനമായ സ്ഥിതി രൂപപ്പെടുന്ന ഒരു നിലയിലേക്ക് എത്തിയപ്പോൾ നമുക്കറിയാം ഈ പല മേഖലകളിലടക്കം ഈ ഓടകളടക്കം നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല മറ്റ് ഈ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുമ്പോൾ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. മലിനജലം വ്യാപകമായി ഈ ജനവാസ മേഖലകളിലേക്ക് അടക്കം വ്യാപകമായിട്ട് മലിനജലം ഒഴുകുന്നൊരു സാഹചര്യവും ഒക്കെ ഉണ്ടായി. മാത്രമല്ല ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ കാലവർഷം പോലും എത്തിയില്ല എന്നാണ് നമുക്ക് കാലവർഷം പോലും എത്തിയിട്ടില്ല. വേനൽമഴ മാത്രമാണ്. ഈ വേനൽമഴയിലാണ് ഇത്തരത്തിൽ ഒരു ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതെങ്കിൽ കാലവർഷം കൂടി എത്തുമ്പോൾ മഴ കടുക്കും. ഇനി വരുന്നത് ഇരട്ട ന്യൂനമർദ്ദം അടക്കം വരുന്നുണ്ട്. അതുപോലെ തന്നെ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ തന്നെ അറിയിക്കുന്നു. അലർട്ടുകൾ എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനി കാലവർഷം കൂടി അടുത്ത ആഴ്ചയോടുകൂടി കാലവർഷം കൂടി സംസ്ഥാനത്തേക്ക് എത്തും. അപ്പോൾ മഴ ശക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കടക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾക്ക് റെഡ് അലർട്ട് നൽകി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. അതേസമയം തലസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനവുമുണ്ടായി. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.